ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൽ ചേർന്ന് വചനത്തിലായിരിക്കാൻ ഇടയാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വലിയ നോമ്പിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുവാനുള്ളതായ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നാളുകളാണ് ഈ നോമ്പിൻ്റേത്. ഇന്നത്തെ വചനശ്രൂഷയ്ക്ക് ക്രമീകരിക്കപ്പെട്ടിരുന്ന വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 12-8 വരെയുള്ള വചനഭാഗങ്ങളാണ്. പിതാവാം ദൈവം തന്റെ മനുഷ്യകുലത്തോടുള്ള സ്നേഹവാത്സല്യത്തെ പ്രതി പാപത്തിൽ അധപതിച്ചതായ മനുഷ്യനെ അതിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായിട്ടാണ് തന്റെ ഏകജാതനെ മാനവരാശിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച കർത്താവിനെ സ്വീകരിക്കുന്നവരെക്കുറിച്ച് ഈ വചനഭാഗത്തിൽ വെളിപ്പെടുത്തുന്നു. തന്റെ അനുഭവത്തിൽ നിന്നും കർത്താവ് തന്നെ ഇപ്രകാരം പറയുന്നു: റബിമാരും ശാസ്ത്രിമാരും തന്നെ തിരസ്കരിക്കുകയും സാധാരണക്കാർ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അഹങ്കരിച്ചിരുന്നവരായ റബിമാർക്കും ശാസ്ത്രികൾക്കും തന്നെ ആവശ്യമില്ലായിരുന്നു. അവരുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിലും ആത്മനിഗളികളായവർക്ക് കർത്താവിനെ സ്വീകരിക്കാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ സാധാരണക്കാരായ പാവങ്ങൾക്ക് അല്ലെങ്കിൽ പാപികൾക്ക് അവനെ വേണമായിരുന്നു. കർത്താവിനെ അവർ കൈക്കൊണ്ടു. യോഹന്നാൻ 14:9 എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ദൈവത്തിൻ്റെ മനസ്സ്, ഹൃദയം, അവൻ്റെ സ്വഭാവം, മനുഷ്യനുള്ള പെരുമാറ്റം തുടങ്ങിയവ കാണണമെങ്കിൽ നാം ക്രിസ്തുവിലേക്ക് തിരിയണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അക്കാലത്തുണ്ടായിരുന്ന യഹൂദ പുരോഹിതന്മാരും ശാസ്ത്രിമാരും വഹിപ്പാൻ പ്രയാസമുള്ള ഭാരങ്ങൾ ജനത്തിന്മേൽ ഏൽപ്പിക്കുന്നു. പഞ്ചഗ്രന്ഥങ്ങളായ മോശ പുസ്തകങ്ങൾ വളരെ ഭാരമേറിയവയായിരുന്നു. ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഭാരം ഏൽപ്പിക്കുവാൻ മിടുക്കരായിരുന്നു. എന്നാൽ അവരുടെ ഈ ഭാരത്തിന്റെ ഒരു അംശം പോലും സ്വീകരിക്കുവാൻ മടിയുള്ളവരുമായിരുന്നു. എന്നാൽ സാധാരണക്കാരായ ജനത്തിന്മേൽ കഠിനമായി അവ നടപ്പിലാക്കിയിരുന്നു. ഭാരം ചുമപ്പിക്കുന്നവരായിരുന്നു യഹൂദ പ്രമാണിമാർ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആ ഭാരങ്ങളെ സ്വയം ഏറ്റെടുക്കുവാനായിട്ട് ആണ് ഭൂമിയിലേക്ക് അവതരിച്ചത്. ശാരീരിക ഭാരത്തേക്കാൾ മനോഭാവം വഹിക്കുന്നവർ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവർ എങ്ങനെയായിരിക്കണമെന്ന് വചനത്തിന്റെ 20-ാം ഭാഗത്തിൽ പറയുന്നു. തന്റെ നുകം വഹിക്കണം, വീണ്ടും തന്നിൽ നിന്ന് പഠിക്കണം, ദൈവിക, സാമൂഹിക, വ്യക്തിപരമായ കാര്യങ്ങളിൽ തന്നെ മാതൃകയാക്കണം. യഹൂദ പദപ്രയോഗത്തിൽ നുകം എന്നുള്ളത് മനുഷ്യർക്ക് സ്വസ്ഥതയും മനസ്സമാധാനം നൽകുന്നതുമാണ്. ഇവിടെ കർത്താവ് തന്റെ ഉപദേശമാകുന്ന നുകത്തെ വെളിപ്പെടുത്തുന്നു. നമുക്ക് ക്രിസ്തുവിന്റെ ജീവിതവുമായി അത് പങ്കാളിത്തം നൽകുന്നു. ക്രിസ്തുവിലൂടെ അനുസരണവും പങ്കാളിത്തവുമായ ഈ നുകം യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നു. ഇന്ന് നമുക്ക് നുകം എന്ന് കേൾക്കുമ്പോൾ ഭാരമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ കർത്താവിന്റെ നുകം ആശ്വാസം നൽകുന്നതാണ്. ഭാരമല്ലാതാകുന്നത് എപ്പോഴാണ്? എത്ര ബുദ്ധിമുട്ടും പ്രയാസങ്ങളുള്ള സമയത്താണെങ്കിലും ഒരമ്മ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് എടുത്ത് നടക്കുന്നത് ആ കുഞ്ഞിന് ഭാരമില്ലാഞ്ഞിട്ടല്ല. ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴത്തിലുള്ള ആവശ്യത്തിന്മേലാണ് അവിടെ ഭാരം നഷ്ടപ്പെടുന്നു. എന്നാൽ കാണുന്നവർക്ക് വലിയ ഭാരമായിട്ട് തോന്നും, കാഴ്ചക്കാർക്ക് വെറും ഭാരമാണ്. ഇന്ന് നമ്മുടെ തലമുറയിൽ ഇന്നത്തെ വലിയ ഭാരവും നുകവും ആകുന്നതിന് കാരണം എവിടെ നോക്കിയാലും സ്നേഹത്തിന്റെ അഭാവമാണ്. അപ്രകാരമായിരിക്കുമ്പോൾ കുടുംബജീവിതത്തിലും ഇടവകയിലും എന്തിനേറെ പറയുന്നു, അവനവൽ തന്നെ സ്നേഹമില്ലാത്ത ഒരനുഭവമാണ്. പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ എത്ര വലിയ ഭാരവും സ്നേഹത്തിൽ അലിഞ്ഞ് ഭാരം അത് മടുപ്പ് അല്ലാതായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഈ വലിയ നോമ്പിന്റെ ഈ നാളുകളിൽ, പ്രത്യേകിച്ച് പകുതി നോമ്പിൻ്റെതായ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം മറ്റുള്ളവരുടെ മേൽ വച്ചുകൊടുക്കുന്ന ഭാരങ്ങളായി മാറുന്നതിനല്ല, തിരിച്ച് ക്രിസ്തുവിനെ പോലെ അവരിൽ നിന്ന് ഭാരങ്ങളെ വഹിക്കുന്നവരായിട്ട് മാറ്റപ്പെടണം. ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളെ കൊടുക്കുവാനായിട്ടല്ല, ഭാരങ്ങളെ വഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കട്ടെ. ആയതിനായി നമ്മെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.